Well, that's my privilege. No, there is absolutely no reason for that. I have made every arrangement. Your visa and fresh passport will be ready by next week. It's my pleasure, sir. Okay, thank you. See you. Bye. ഒരു സായിപ്പായിരുന്നു പുള്ളിക്കാരന്റെ പാസ്പോർട്ട് കളഞ്ഞു പോയെന്ന്. വെൽ മിസ്റ്റർ സേതു, എക്സ്ക്യൂസ് മീ. ഹലോ, ഗൾഫ് മാത്യു ഹിയർ. അയ്യടാ കമാലാന്ന് എപ്പോ ലാൻഡ് ചെയ്തായിരുന്നു? ആണോ? ഓ അതൊന്നും വേണ്ടായിരുന്നു. എപ്പോഴാ? നാളെയോ? ഓ എങ്ങോട്ട് പോകാനാടാവേ, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ശരി, ഓക്കെ, റൈറ്റ്, ബൈ. ഞാൻ ദുബായ്ക്ക് വിട്ടൊരു പാർട്ടിയാ, കമാലുദ്ദീൻ. ഇപ്പൊ വലിയ പൊസിഷനില്ല. ടിവിയോ VCR ഏതാണ്ട് എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുക. നല്ല കൊച്ചനാ. ഇനി നമ്മുടെ കാര്യം. നാളെ ബോംബെ നിന്നും പാർട്ടീസ് എത്തും. ഒരു ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോ അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. അതൊക്കെ വെറും ചടങ്ങല്ലയോ. എന്റെ റെക്കമെൻഡേഷനിലെ കാര്യങ്ങൾ ഓടത്തുള്ളൂ. പിന്നെ റോയ് വന്ന 1-2 പേപ്പേഴ്സ് സൈൻ ചെയ്ത് തരേണ്ടി വരും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെന്നേ. പിന്നെ പണത്തിന്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ, 10,000. അതൊക്കെ നമുക്ക് ശരിയാക്കാം. നീ എന്തായി പറയുന്നത്? എടാ, ഒരു മോട്ടോർ മെക്കാനിക്കായ ഞാൻ AC മെക്കാനിക്കിന്റെ വേക്കൻസിയിൽ ചെന്ന് പെട്ടിട്ട് അവിടെ എന്ത് ചെയ്യാനാ? രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലടേ. ഈ സ്പാനറുകളുടെ വ്യത്യാസമേ ഉള്ളൂ. AC കുറച്ച് ചെറുതായിരിക്കും. എവിടുന്നെങ്കിലും ഒരു AC പൊക്കിക്കൊണ്ടുവരാൻ പറഞ്ഞാ ഞാൻ. അതിന് പണ്ടേ നീ വേന്ദ്രനാണല്ലോ. അതുപോട്ടെ, ഈ കാര്യത്തിലേക്ക് അടുത്ത ആഴ്ച ഇന്റർവ്യൂ ഉണ്ടാവും. അവിടെ ചെന്ന് പറ്റിയാ നീ പഴിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാ. അതല്ലടാ, ഈ 10,000 രൂപ എവിടെ നിന്നുണ്ടാക്കും? എങ്ങനെയെങ്കിലും ഉണ്ടാക്കാന്നേ. അവർക്ക് 60 വയസ്സുണ്ടായിരുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയോത്ഗ്രഥന സമിതിയുടെ സമ്മേളനം ഇന്ന് മദിരാശിയിൽ ആരംഭിച്ചു. ഏഷ്യൻ അഭയാർത്ഥികളെ ഒഴിച്ചുമാറ്റുന്നതിന് ഒരു അമേരിക്കൻ സൈനിക വിമാനം അമ്മാനിൽ എത്തിയിട്ടുണ്ട്. ലൈബീരിയയിൽ കലാപകാരികൾ നേതാവ് ചാൾസ് ടൈലർ ഏകപക്ഷീയമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. 11ാം ഏഷ്യൻ ഗെയിംസ് ഇന്ന് ബീജിംഗിൽ ആരംഭിക്കുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. ഹലോ 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 ഹലോ, കട്ടായി. ആരാ വിളിച്ചെന്ന് പറഞ്ഞോ? ആരാ വിളിച്ചെന്ന് പറഞ്ഞോന്ന്? പണ്ടാറിറങ്ങാൻ അതൊന്ന് പോയി തുപ്പിട്ട് വാ. ആരാണെന്ന് പറഞ്ഞില്ല. എപ്പ മുറുക്കാൻ വൈകിട്ടല്ലോ അപ്പൊ തുടങ്ങും ബെല്ലടിക്കാൻ. എന്നാ പിന്നെ നിർത്തിക്കൂടെ? ഏത് നേരം നോക്കിയാലും വല്യമ്മമാരെ ഒട്ടി ഞെഞ്ഞ് കളിച്ചോണ്ടിരിക്കാതെ. ചെറുപ്പത്തിലെ മുത്തശ്ശിരായിന്ന് കിട്ടിയതാ, പിന്നെ അതങ്ങ് ശീലായി. ആണാ? നല്ല സ്വഭാവം. മുത്തശ്ശിക്ക് പറഞ്ഞ നല്ലൊന്നും പഠിപ്പിച്ചാൻ തോന്നിയില്ലോ. ഒന്നുമില്ല. എടോ, തന്നെ പോലത്തൊരു പെൺകുട്ടിക്ക് ചേർന്നതല്ല ഈ സ്വഭാവം. മനസ്സിലായോ? താൻ ഇതൊന്നും ഒഴിവാക്കിയല്ലേ. എടോ, ഇതിലും നന്നായിരിക്കടോ തന്നെ കാണാൻ. പിന്നെ തമാശയായിട്ട് പറഞ്ഞൊന്നുമല്ല, വളരെ സീരിയസ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? എന്ത്? എന്താ? ഒന്നുമില്ലെന്നേ. പിന്നെന്താ? ഇതാ വരണപ്പാ, ബഹളം ഉണ്ടാക്കല്ലേ. എന്ത് ഫോണാണ്?
ഹലോ, രത്നമഹാളാണ്. ആര്? സേതുവാ? ഉണ്ടല്ല, വിളിക്ക. സേതു, സേതു, സേതുവേ. ആ കിടന്ന് കീറാതറോ, ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ? ഈറാനിത് പിറകാണ്, ഫോണാണ്. ഞാൻ നിനക്കൊരു കാളുണ്ട്. ദേ വന്ന്. ഹലോ, അതെ. ആ മാത്യോ, 1 സെക്കൻഡ്. എന്തായി, റെഡിയായ? എപ്പോ പോകാൻ പറ്റും? അടുത്ത് തന്നെ പറക്കാവുന്നേ. വേറെ എന്നാ ഉണ്ട്? അപ്പഴേ മറ്റേ 10,000 തികച്ചും മറ്റന്നാ രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേക്കണം. ഛേ, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ എവിടെ നിന്ന് കൊടുക്കാനാ മാത്യു? കുറച്ചുകൂടി ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ. അയ്യോ, അത് നടക്കാല. പിന്നെ ഈ ട്രിപ്പിൽ പോകാൻ പറ്റിയില്ലേ? അടുത്ത കാലത്ത് ഒന്നും നോക്കണ്ട. അയ്യോ, അത് പറ്റില്ല. ഈ ട്രിപ്പിൽ തന്നെ പോണം. എന്നാലേ പണം പറഞ്ഞ സമയത്ത് എത്തിച്ചേ പറ്റത്തുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാനും റോയും കൂടി നാളെ അങ്ങോട്ട് വരാം. ഓ, ഓക്കെ. എടാ, നിന്റെ ഈ ഒരു ടെൻഷൻ കാണുമ്പോഴാ ബഹ്റൈനിൽ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ചാകാൻ പറ്റുമോ? ഒരു 4,000 രൂപ കൂടി കിട്ടിയിരുന്നെങ്കിൽ എല്ലാം ഭംഗിയായി നടന്നേ. അപ്പം ബാക്കി 6,000 രൂപയ്ക്ക് എന്ത് ചെയ്യും? അതൊക്കെ ഉണ്ടാക്കാന്ന്. എങ്ങനെ ഉണ്ടാക്കുമെന്ന്? എടാ, ഞാൻ ചേർന്നിരിക്കുന്ന ചിട്ടി ഉണ്ടല്ലോ, നമുക്ക് അത് പിടിക്കാം. അത് വേണ്ട, നിന്റെ പെങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചേർന്നിരിക്കുന്നല്ലേ. അവളുടെ കല്യാണത്തിന് ഇനിയും സമയമുണ്ടല്ലോ. ഈ ചാൻസ് മിസ്സായ നിന്റെ പോക്കിന് ഒരിക്കലും നടന്നു വരില്ല. അത് വേണ്ട. നീ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. ബാക്കി 4,000 ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേ. നീ ഇത്രയും പാടുപെട്ടിട്ട് എന്നെ അയക്കാന്ന് പറയുമ്പോ ആഹാ, ചുമ്മാതാണോ? എടാ, നീ അവിടെ ചെന്നൊന്ന് പച്ച പിടിക്കുമ്പോഴേക്കും എന്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ശരിയാക്കി ഞാനും എത്തില്ലേ. ഇനിയിപ്പോ ഞാൻ ആദ്യം പോയിട്ട് എനിക്ക് അവിടെ എന്ത് ജോലി കിട്ടാനാ? നിനക്കാണെങ്കിലും ടെക്നിക്കൽ ട്രേഡിംഗിലും അറിയാം. ആരാ? എടാ, ബിനോയാണ്. വല്ല കോളും കാണും. വാ. എന്താ ബിനോയ്, എന്താ കേസ്? എനിക്ക് നിങ്ങളൊരു ഹെൽപ്പ് വേണം. ആരെ തല്ലണം? തല്ലും പിടിയൊന്നുമല്ല. ഈ വണ്ടിയെ ചെന്ന് ഒരു പെണ്ണിനെ പൊക്കിക്കൊണ്ട് വരണം. പറ്റൂ? എന്താ? എത്ര രൂപ തരും? 2,000 രൂപ തരും. അത് പറ്റത്തില്ല. ഒരു 4,000 രൂപ എന്നാൽ സംഗതി ഞങ്ങൾ ഏറ്റു. തരാം. അതവിടെ നിൽക്കട്ടെ. ഏതാ പെണ്ണ്? അതെന്തിനാണ് നമ്മൾ അറിയുന്നത്? ഒറ്റയടിക്ക് കാശ് കിട്ടുന്ന കേസാ. നീ കിടന്ന് പിടയ്ക്കാതെ എന്താ ഏതാന്നറിയാതെ എങ്ങനെയാ കയറി കേൾക്കുന്നത്? ബിനോയ്, കാര്യം തെളിച്ചു പറ. ഇതാ പെണ്ണ്. ഇത് ഭരതമേന്റെ മകളല്ലേ? അതെ, കോൺവെന്റ് റോഡിലുള്ള മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു കൊണാപ്പുണ്ടല്ലോ, അവിടെ അവള് വരും 5 മണിക്ക്. നടക്കില്ല ബിനോയ്. എടാ, ഒറ്റയടിക്ക് വിസയുടെ കാശ്. നീ ഒന്ന് ചുമ്മാരുന്നേ. പണം പോരാഞ്ഞിട്ടാണേ പറ. ഇല്ല, നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ബിനോയ്, സ്ഥലം വിട്. നീ ഒറ്റ ഒരുത്തൻ കാരണമാ ഇന്നത്തെ പരിപാടി ചീറ്റിപ്പോയത്. ഗൾഫിൽ പോകാനുള്ള കാശ് സുഖമായിട്ട് കിട്ടിപ്പോയനെ. അങ്ങനെ ചേരുന്നെങ്കിലേ പോക്ക് ഗൾഫിലേക്കല്ല, സെൻട്രൽ ജയിലിലേക്കായനെ. അതിപ്പോ ചെയ്താൽ തന്നെ നമ്മളാണെന്ന് ആരറിയും? അയ്യടാ, ആ പെണ്ണിന് കണ്ണു മൂക്കൊന്നുമില്ലല്ലോ. അയ്യാടാ, കണ്ണും മൂക്കും. എന്താടാ വകന്തകളെ, ഞാൻ അങ്ങോട്ട് മാറിയപ്പോഴേക്കും തുടങ്ങിയ കച്ചറ. ചാക്കുണ്ണിയേട്ടാ, ഇവന്റെ ഒറ്റ വാക്കുകൊണ്ട് ഇന്ന് പോയതേ രൂപ 4,000. അതേത് വാക്കാണ് വധൂരി? രാവിലെ നല്ലൊരു കോള് കിട്ടിയത്. ഇവന്റെ പറ്റില്ല എന്നൊരു വാക്ക് കാരണം കംപ്ലീറ്റ് കള. ഭർത്താവ് എപ്പോഴും പറയണ മാതിരി ഈ ചത്ത പശുവിന്റെ ജാതകം നോക്കിയിട്ട് എന്താണ് കാര്യം? നമുക്ക് വേറെ വഴി നോക്കാമെന്ന്. വേറെ വഴി എന്ത്? ചാക്കുണ്ണിയേട്ടൻ തരുവോ? തരാവല്ല. രൂപ 4,000 അല്ലേ? എന്നാ എന്റേതുണ്ടായിരുന്നല്ല, ഇപ്പൊ എങ്ങാട്ട് പോയി? എടാ നശിപ്പുകളെ, എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ നാട്ടുകാരുടെ വിടുപ്പ് തീരുമാനം രത്നമ്മയുടെ വായലൊക്കെ കേൾക്കാനും നിൽക്കുക. നിങ്ങളെന്തിനാണ് കയ്യിൽ വെണ്ണയും വെച്ചിട്ട് നെയ്ക്കലേണത് എന്ന് വെച്ചാ? എടാ, രത്നമ്മയുടെ കയ്യിലല്ലേ പൂത്ത പണം ഇരിക്കണത്. പലിശയ്ക്ക് പണം കൊടുക്കലല്ലേ തൊഴില്. ബ്ലേഡ് ബ്ലേഡ്. നമ്മൾ ചോദിച്ചാ തരുവോ? നീ ചോദിച്ചാ തരൂല്ല, പക്ഷെ ചോദിക്കേണ്ടവർ ചോദിച്ചാ തരും. അതാരാ? ഇങ്ങനത്തെ പതിവൊക്കെ ഉണ്ടോ? ഇന്ന് വെള്ളക്കാക്ക മലന്ന് പറക്കുമല്ലോ. അതെന്താ അങ്ങനെ? അല്ല, പതിവില്ലാതെ അമ്പലത്തിൽ കണ്ടോണ്ട് ചോദിച്ചതാ. എല്ലാ വഴിയും മുട്ടുമ്പോ ഇങ്ങോട്ട് വരാതെ പിന്നെ എന്ത് ചെയ്യാന്? എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. പറയൂന്നേ. വേണ്ട. ഓ, പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഈ പറയണ്ട. അയ്യോ, അങ്ങനെയൊന്നുമില്ല. റോയിയുടെ ഗൾഫ് പോക്ക് മുടങ്ങുന്ന തോന്നുന്നു. വളരെ കഷ്ടപ്പെട്ട് 6,000 രൂപ ഉണ്ടാക്കിയത്. ബാക്കി 4,000-ന് ഒരു വഴിയും കാണുന്നില്ല. പിന്നെ ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാൽ തന്നെ
ഞങ്ങൾക്കൊക്കെ ആര് തരാനാ? പണയോ പാട്ടോ കൊടുക്കാന്ന് വെച്ചാ കയ്യിലിട്ടൊന്നും ഇല്ല താനും. നാളെ ഒന്ന് വീട്ടിലേക്ക് വരാവോ? എന്തിനാ? ഒന്ന് വരൂന്നേ, ഒരു കാര്യം പറയാനാ. ഇതാ ഐശ്വര്യമായിട്ട് 2 കൈ നീട്ടി വാങ്ങിക്കേ. പിന്നെ പലിശയൊന്നും വേണ്ട കേട്ടോ, നല്ലൊരു കാര്യത്തിനല്ലേ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അത്ര വലിയ ഉപകാരം ചെയ്ത് ജീവനുള്ളിടത്തോളം കാലം എനിക്ക് രത്നം മറക്കാൻ പറ്റില്ല.